കൊണ്ട് മീറ്റ് ബോൾ ഉണ്ടാക്കുന്നതിന് നോക്കാം. അപ്പൊ നമുക്ക് നോക്കാം ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 450 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ബോൺലെസ് ചിക്കനാണ് എടുത്തേക്കുന്നത്. ഇത് കുറച്ച് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് മിക്സിയിൽ ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കണം. പിന്നെ വേണ്ടത് ഇഞ്ചിയും വെളുത്തുള്ളിയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു വലിയ കഷ്ണം ഇഞ്ചിയും ഒരു 4 വലിയ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഉണക്കമുളകും വേണം, പച്ചമുളകും വേണം, കുരുമുളകും വേണം. ഉണക്കമുളക് ഞാനിവിടെ 2 എടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളക് 1 എടുത്തേക്കുന്നത്. ഇത് ചെറിയ പച്ചമുളകാണെങ്കിലും ഈ പച്ചമുളകിന് അത്യാവശ്യം നല്ല എരിവുണ്ട്. പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർക്കാം. പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് എടുത്തിട്ടുണ്ട്. ഈ കുരുമുളകും പച്ചമുളകും ഉണക്കമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടിയിട്ട് മിക്സിയിൽ ഇട്ടിട്ടൊന്ന് അരച്ചെടുക്കണം. പിന്നെ വേണ്ടത് നാരങ്ങ നീരാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു നാരങ്ങയുടെ പകുതി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പിടി മല്ലിയില ചോപ്പ് ചെയ്തെടുത്തത്. പിന്നെ വേണ്ടത് ഗരം മസാലയാണ്. ഗരം മസാല ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ മൈദപ്പൊടി വേണം. മൈദപ്പൊടി 1 ടേബിൾ സ്പൂൺ വേണം. പിന്നെ വേണ്ടത് ബ്രെഡാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഓൾ ഗ്രെയിൻ്റെ ബ്രെഡാണ് എടുത്തേക്കുന്നത്. അത് ഏത് ടൈപ്പ് ബ്രെഡ് ആയിരുന്നാലും കുഴപ്പമില്ല. ഈ ബ്രെഡ് മിക്സിയിൽ ഇട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഇത് വറുത്തെടുക്കാനുള്ള ഓയിലും വേണം. അപ്പൊ നമുക്ക് നോക്കാം ഇതെങ്ങനെ ചിക്കൻ മീറ്റ് ബോൾ ആക്കാന്ന്. ഇനി നമുക്ക് ബ്രെഡ് ഒന്ന് മിക്സിയിൽ ഇട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കുക. അതിന് വേണ്ടിയിട്ട് ഈ ബ്രെഡ് നമുക്ക് കുറച്ച് ചെറിയ പീസായിട്ട് ഇടാം. ഈ ബ്രെഡിന്റെ സൈഡൊന്നും മാറ്റേണ്ട ആവശ്യമില്ല. ഇതൊന്ന് പൊടിച്ചെടുക്കുക. ഇപ്പൊ ബ്രെഡ് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇത് നീക്കി വെക്കാം. ഇനി നമുക്ക് ചിക്കൻ അരച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ചിക്കൻ ഞാനിവിടെ കുറച്ച് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഒരുപാട് ചെറിയ പീസ് ആക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതും നമുക്ക് ഈ ജാറിലേക്ക് ഇടാം. ഇതും വെള്ളം ചേർക്കാണ്ട് നന്നായിട്ടൊന്ന് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. അപ്പോൾ ചിക്കനും നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് പകർത്താം. ഇതും നീക്കി വയ്ക്കുക. ഇനി ഉണക്കമുളകും പച്ചമുളകും കുരുമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടിയിട്ട് ഒന്ന് പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. അപ്പോൾ ഇതും അരച്ചെടുത്തിട്ടുണ്ട്. ഇത് വെള്ളം ചേർക്കാണ്ട് വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി അരച്ച് വെച്ചേക്കണ ചിക്കനിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഇനി അരച്ച് വെച്ചേക്കണ ഇഞ്ചിയും വെളുത്തുള്ളിയും ഉണക്കമുളകും കുരുമുളകും പച്ചമുളകിൻ്റെയും പേസ്റ്റ് ചേർക്കാം. അതിന് വെള്ളം ചേർക്കാണ്ട് നമ്മൾ അരച്ചെടുക്കുമ്പോൾ നല്ല പേസ്റ്റ് പോലെ കിട്ടില്ല, നന്നായിട്ട് ഇങ്ങനെ പൊടിഞ്ഞ പോലെ കിട്ടും. അതേപോലെ എടുത്താൽ മതി. ഇതിലേക്ക് ഗരം മസാല ചേർക്കാം. ഞാനിവിടെ 1/4 ടീസ്പൂൺ ഗരം മസാലയാണ് ചേർക്കുന്നത്. ഗരം മസാലയ്ക്ക് വളരെ കുറച്ച് ചേർത്താൽ മതി. ഇതിലേക്ക് മല്ലിയില ചേർക്കാം. മല്ലിയില ചേർക്കുമ്പോൾ നല്ല പൊടി പോലെ കട്ട് ചെയ്തെടുക്കണം. ഞാനിവിടെ ഒരു പിടി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മൈദപ്പൊടി ചേർക്കാം. ഇതിലേക്ക് നാരങ്ങ നീര് ചേർക്കാം. ഇതൊരു നാരങ്ങയുടെ പകുതിയാണ് എടുത്തേക്കുന്നത്. ഇതിൻ്റെ മുഴുവനും നീര് ആവശ്യമില്ല. ഈ നാരങ്ങയുടെ പകുതി നീര് മാത്രമേ ആവശ്യമുള്ളൂ. ഇതിലേക്ക് പൊടിച്ച് വെച്ചേക്കണ ബ്രെഡ് ചേർക്കാം. ഞാൻ ഈ ബ്രെഡിൻ്റെ 1/4 ഭാഗം മാത്രമാണ് ചേർക്കുന്നത്. അത് നിങ്ങൾ വൈറ്റ് ബ്രെഡ് ആണെങ്കിൽ ഈ ഓൾ ഗ്രെയിൻ ബ്രെഡിൻ്റെ അത്രയ്ക്ക് വലിപ്പം ഉണ്ടാവില്ല വൈറ്റ് ബ്രെഡിന്. വൈറ്റ് ബ്രെഡ് ആണെങ്കിൽ ഒരു സ്ലൈസ് മുഴുവനും ആവശ്യമുണ്ടാവും. ഈ ഓൾ ഗ്രെയിൻ്റെ ബ്രെഡ് ആകുമ്പോൾ വൈറ്റ് ബ്രെഡിനേക്കാളും കുറച്ച് വലുതായിരിക്കും. അപ്പോൾ ഓൾ ഗ്രെയിൻ്റെ ബ്രെഡ് ആണെങ്കിൽ ഒരു 1/4 ഭാഗം മാത്രം ചേർത്താൽ മതി. ഇതെല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഓയിലൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ഉരുട്ടിയെടുക്കുന്ന സമയത്ത് നമ്മുടെ കൈ മുട്ടി പിടിക്കില്ല, കുറച്ച് ഒഴിച്ചാൽ മതി. ഇതൊന്നും കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 10 മിനിറ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതെടുത്തിട്ട് ഓരോ ചെറിയ ബോളാക്കിയിട്ട് ഓയിലിട്ടിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടി വെച്ചിട്ടൊന്ന് ചൂടാക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിക്കുക.
ഇനി ഇതിനകത്ത് ഓരോ ചെറിയ ഉരുളി എടുത്തിട്ട് ഇതൊന്ന് ചെറിയ ചെറിയ ബോളാക്കി എടുക്കണം. അത് നമ്മൾ കയ്യിൽ വെച്ചിട്ട് അങ്ങനെ ഉരുട്ടിയെടുക്കുന്ന സമയത്ത് കൈമ ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കൈമ കുറച്ച് ഓയിലൊന്ന് തടവി കൊടുക്കുക. ഇതിനകത്ത് ഓരോ ചെറിയ ഉരുളിയാക്കിയിട്ട് എടുക്കുക. ഇതേപോലെ ഓരോ ചെറിയ ബോളാക്കി എടുക്കണം. നിങ്ങളിങ്ങനെ ഉരുട്ടിയെടുക്കുന്ന സമയത്ത് കൈമ ഒട്ടി പിടിക്കുന്നുണ്ടെങ്കിൽ മാത്രം കുറേശ്ശെ ഓയിലൊന്ന് തടവി കൊടുത്താൽ മതി. ഇത് ഓരോ ഉരുളിയും നമ്മൾ ഉരുട്ടിയെടുക്കുന്ന സമയത്ത് ഓരോ പ്രാവശ്യവും ഓയിൽ കയ്യിൽ തേച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതേപോലെ ആദ്യം ഇതേപോലെ ഇങ്ങനെ ഉരുളിയാക്കിയിട്ട് വെക്കുക എല്ലാവരും. അപ്പോൾ നമുക്ക് ഓയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് എളുപ്പമായിരിക്കും. ഇപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഓരോന്നായിട്ട് ഇടാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വയ്ക്കാം, അല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ ശരിക്കും നമുക്ക് വെന്ത് കിട്ടില്ല. ഇനി ഇതൊരു സൈഡ് പതുക്കെ ഒന്ന് മൊരിഞ്ഞു തുടങ്ങിയിട്ട് വേണം മറ്റേ സൈഡും കൂടിയിട്ട് തിരിച്ചിടാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഇത് മൊരിയണേന് മുമ്പ് നമ്മൾ തിരിച്ചിട്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇത് പൊടിഞ്ഞു പോകും. ഇത് രണ്ട് സൈഡും നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം. ചിക്കൻ മീറ്റ് ബോൾ റെഡി ആയിട്ടുണ്ട്. ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നല്ല എളുപ്പമാണ്. ഇത് കുട്ടികൾക്കൊക്കെയും ഇത് നല്ല ഇഷ്ടമായിരിക്കും. ഇനി ഇത് സെറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ടൂത്ത് പിക്ക് എടുത്തിട്ട് ഇത് ഓരോന്നും ഇങ്ങനെ ടൂത്ത് പിക്കുമ്പോൾ കുത്തി വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കാണാനും നല്ല ഭംഗിയായിരിക്കും. നമുക്ക് എടുത്ത് കഴിക്കാനും നല്ല എളുപ്പമായിരിക്കും.